ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എല്ലുകൾക്ക് സംഭവിക്കുന്ന ഒരു മാരക അസുഖത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ മാരക അസുഖം? വല്ല എല്ലിൻ്റെ ക്യാൻസർ എന്നാണോ വിചാരിച്ചത്? അല്ല. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചില ക്യാൻസർ കൊണ്ട് ഉണ്ടാവുന്ന മരണത്തിൻ്റെ പെർസെൻറ്റേജിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു അസുഖം? അതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥിക്ഷയം, എല്ലുകളുടെ കനം കുറയുക, എല്ലുകളുടെ സാന്ദ്രത കുറയുക, ഇങ്ങനെ പല പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കോമൺ പബ്ലിക്കിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടാവില്ല. ഈവൻ വെൽ എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണിനോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് വയസ്സാകുമ്പോൾ ഈ എല്ലിന് കനം കുറയും, ചിലപ്പോൾ വീണാൽ പൊട്ടും, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. നമ്മുടെ അമ്മമാർക്ക്, അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ആരും ഇതിനെ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ആൾക്കാരോട് BP, പ്രഷർ, ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ ക്യാൻസർ ഇങ്ങനത്തെ അസുഖങ്ങളുടെ കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും പറയും. ഷുഗർ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, പ്രഷർ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, തൈറോയിഡ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഷുഗർ വന്നാൽ എന്താണ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് വിവരമുണ്ട്. പക്ഷേ ഈ ഓസ്റ്റിയോപൊറോസിസിനെ പറ്റി ചോദിച്ചാൽ അവരുടെ വിവരം പോരാണ്. കാരണം എന്താ വെച്ചാൽ ഈ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലിനെ കനം കുറയുക എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ വയസ്സാകുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. ഇതൊരു അസുഖം അല്ല എന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മരുന്നുകളുണ്ട്, വെരി വെൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നീട് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ചർസിൻ്റെ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം ഈ ഏജിൽ ഒരു ഹിപ്പ് ഫ്രാക്ചറോ അല്ലെങ്കിൽ സ്പൈൻ ഫ്രാക്ചറോ അല്ലെങ്കിൽ റിസ്റ്റിൻ്റെ ഫ്രാക്ചർ വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അത് വന്നാലേ അറിയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ലെങ്തി വീഡിയോ കാണാൻ സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം ഇതിൽ കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു വയസ്സായ ആൾക്ക് ഒരു ഹിപ്പിൻ്റെ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നടക്കാൻ പറ്റില്ല. ഇത് ഹിപ്പായതുകൊണ്ട് അവിടെ നമ്മൾ പ്ലാസ്റ്റർ ഇടാനൊന്നും പറ്റില്ല. നമ്മൾ കയ്യിനൊക്കെ ആണെങ്കിൽ കയ്യിൽ പ്ലാസ്റ്റർ എന്തെങ്കിലും ഈ ഏജിൽ സാധാരണ ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ്, അതായത് എല്ലിന് കനം കുറഞ്ഞു വരുന്ന ഫ്രാക്ചേഴ്സുകളുണ്ട്. കോലീസ് ഫ്രാക്ചർ എന്നാണ് പറയുക. പ്ലാസ്റ്ററൊക്കെ ഇട്ട് ചികിത്സ കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, ആളുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഹിപ്പിൽ അങ്ങനെയല്ല. ഹിപ്പ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്. അപ്പോൾ ഈ ബോളിന് ആണ് സാധാരണ നമ്മൾ ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് നമ്മൾ കാണുന്നത്. ഈ ബോൾ എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറഞ്ഞൊരു എല്ലാണ്. ആ ഭാഗത്ത് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ എല്ല് കൂടാതിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. സോ ഈ ഒരു ഏജിൽ നമ്മൾ ഫ്രാക്ചർ ആയിക്കഴിഞ്ഞാൽ എന്തായാലും സർജറി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏജിലെ പ്രോബ്ലം എന്താണ്? ഈ ഏജ് ആകുമ്പോൾ കുറേ അസുഖങ്ങളുണ്ടാവും. ഷുഗറും BP, തൈറോയിഡും അങ്ങനെ പല അസുഖങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹാർട്ടിൻ്റെ അസുഖങ്ങളുണ്ടാവും. ഈ അസുഖങ്ങളൊക്കെ വെച്ച് സർജറി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു 20% ആണ്. ഹിപ്പിന് ഫ്രാക്ചർ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയിലൂർ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്, അതായത് ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ട് മരണം ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എന്ന് നോക്കിയാൽ 60% ആണ്. 100-ൽ 60 ആൾക്കാർ ഒരു വർഷമാകുമ്പോഴത്തേക്ക് മരിക്കുമെന്നാണ് ഇതിൻ്റെ കുറേ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാരണം എന്താണ്? പിന്നെ ബെഡ്രിഡൻ ആവും, ഈ പേഷ്യൻ്റ് നടക്കാൻ പറ്റില്ല. ബെഡ്രിഡൻ ആയിക്കഴിഞ്ഞാൽ അവിടെ ന്യൂമോണിയ അടിക്കും, അല്ലെങ്കിൽ ബെഡ് സോർ അടിക്കും. അങ്ങനെ അവരുടെ ഹാർട്ടിന് കൂടുതൽ ഇമ്മൻസ് പ്രഷറായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലുകളുടെ ബലക്കുറവ് പിന്നെയും കൂടുതൽ അധികം ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് കാരണം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഹിപ്പ് ഫ്രാക്ചേഴ്സ്. സ്പൈൻ ഫ്രാക്ചർ ഇതേപോലെ. സോ അത്രയധികം മാർഗ്ഗമാണ് ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഒരു വയസ്സായ ആൾ പിന്നെ അതുവരെ ഇങ്ങനെ നടന്ന് എല്ലാവരോടും സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹിപ്പ് ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാതെയാവും. ബെഡ്രിഡനായിട്ട് ഒരു ഐസൊലേറ്റ് ആയിട്ട് കിടക്കേണ്ടി വരുന്ന ഒരു അസുഖമായിട്ട് ഒരു സംഭവമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇയാൾക്ക് ആദ്യം സംഭവിക്കുന്ന ഡിപ്രഷനാണ്. അപ്പം കാരണം ഇത് കുട്ടികളോട് വർത്തമാനം പറ്റുന്നില്ല, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല,
സോ ഇതിന് ഡിപ്രഷൻ ബാധിക്കും ഒന്നാമത്. പിന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം ഫെയിലിയർ ചാൻസ് കൂടുതലാണ്. 1, 2, 3 സർജറികൾ ചിലപ്പോൾ വേണ്ടി വരും. കാരണം ഇത് ഫെയിലിയർ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ ഒരു സർജറി കൊണ്ട് ശരിയാവില്ല, രണ്ടാമത്തെ സർജറി ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ സർജറി അതിൻ്റെ പൈസ ചിലവ് ഇങ്ങനെ നോക്കിയാൽ ഇതിലൊരു ഫിനാൻഷ്യൽ ബർഡൻ നല്ല കൂടുതലാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ ഒരു ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് സാധാരണ വയസ്സായ ആൾക്കാർക്ക്, അതായത് മോർ ദാൻ 70 ഇയേഴ്സിന് ഉണ്ടാവുന്ന അസുഖം എന്നാണല്ലോ കരുതിയിരിക്കുന്നത്. അങ്ങനെ അല്ല. അതായത് ഈ ബോൺ എന്ന് പറയുന്നത് ഒരു ഡൈനമിക് ലിവിങ് ടിഷ്യൂ ആണ്. വളരെ ഡൈനമിക് ആയിട്ടുള്ളൊരു ഓർഗനാണ്. ബോണിൻ്റെ ഫങ്ഷൻ എന്താ, നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ തരുന്നത് നമ്മുടെ ബോനാണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറേ പ്രവർത്തനങ്ങൾക്ക്, അത് മസിലിൻ്റെ ആക്ഷനോ അങ്ങനെ പല ആക്ഷനുകൾക്കും ഈ കാൽഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കാൽഷ്യം സ്റ്റോർ ആവുന്നത് ഈ ബോണിലാണ്. അപ്പം കാൽഷ്യം മെറ്റബോളിസത്തിന് ഒരു വലിയ റോളാണ് ഈ ബോന് പങ്കെടുക്കുന്നത്. അപ്പം ഈ ബോൺ എന്ന് പറയുന്നത് ഡൈനമിക്കാണ്. ഇതിൻ്റെ ഷേപ്പ്, സൈസും, കാരണം നമ്മൾ ജനിച്ച മുതൽ വയസ്സാവുന്നവരെ ഈ എല്ലിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് നമ്മൾ കോമൺ മെഡിക്കൽ ടെർമിനലിൽ പറയുന്നത് ബോൺ റീമോഡലിംഗ്. അതായത് നമ്മുടെ ബോന് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നതനുസരിച്ച് അതിൽ കൂടുതൽ ബോൺ ഉണ്ടായി വരും. സോ ദ ന്യൂ ബോൺ ഫോർമേഷൻ അക്കേഴ്സ് അലോങ് ദി ലൈൻ ഓഫ് സ്ട്രെസ്. നമ്മൾ ടെൻഷൻ കൊടുക്കുന്നതനുസരിച്ച് ആ ബോൺ റിസോപ്ഷൻ ആവും. ലൈഫിൻ്റെ ആദ്യത്തെ 30 വയസ്സ് വരെ ബോൺ ഫോർമേഷൻ ആണ് കൂടുതൽ ഉണ്ടാവും. അതായത് പുതിയ ബോൺ ഉണ്ടാവുന്നതാണ് കൂടുതൽ ഉണ്ടാവുന്നത് ദാൻ ബോൺ റിസോപ്ഷൻ. ബോൺ റിസോപ്ഷൻ്റെ എല്ലിന് കനം കുറയുന്നത്. ബോഡിയുടെ ഉള്ളിലെ കാൽഷ്യമിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ എല്ലിൻ്റെ ഉള്ള കാൽഷ്യമിനെ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞ കോശങ്ങളുണ്ട്. ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യമിനെ എടുത്ത് ബ്ലഡിലേക്ക് ഇടും. അപ്പോൾ ബ്ലഡിൻ്റെ ഉള്ളിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂടിയാൽ കാൽഷ്യം ബോണിൻ്റെ അകത്തേക്ക് പോകും. അവിടെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽസ് നമ്മൾ പുതിയ ബോൺസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പക്ഷേ ആദ്യത്തെ 30 വയസ്സ് വരെ, നമ്മുടെ ലൈഫിൻ്റെ ആദ്യത്തെ 30 വയസ്സ് വരെ കൂടുതൽ ബോൺ ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. ബോൺ റിസോപ്ഷൻ അല്ലെങ്കിൽ ബോണിൻ്റെ കനം കുറയുന്നത് കുറവാണ് ഈ ഒരു ഏജിൽ. 30 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ പീക്ക് ബോണിൻ്റെ മാസ് അല്ലെങ്കിൽ ഈ എല്ലുകളുടെ സാന്ദ്രത അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. സോ ഇതിനാണ് നമ്മൾ പറയുന്നത് പീക്ക് ബോൺ മാസ് ഇൻഡെക്സ്. 30 വയസ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ കനം കുറയാൻ തുടങ്ങും. സോ അങ്ങനെ കുറഞ്ഞ് 60-70 വയസ്സാകുമ്പോഴത്തേക്ക് നല്ല കനം കുറയും. അപ്പോഴാണ് ഈ എല്ലിൻ്റെ ഈ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. സോ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് 30 വയസ്സിലാണ് തുടങ്ങുന്നത്. 30 വയസ്സിലാണല്ലോ നമ്മുടെ പീക്ക് ബോൺ മാസ് ഉണ്ടാവുന്നത്. പീക്ക് ബോൺ മാസിൻ്റെ അളവ് തന്നെ കുറവാണെങ്കിൽ അവിടെ നിന്നാണ് ഇത് കനം കുറഞ്ഞു പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെസ് ദാൻ 30 ഇയേഴ്സ് വരെ നമ്മുടെ എയിം എന്തായിരിക്കും, നമ്മൾ എത്ര കൂടുതൽ ബോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റും, ബോണിൻ്റെ കനം ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും, അത്ര സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കണം. ഈ കനം കൂടാനുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ലോഡിങ് ആക്ടിവിറ്റീസ് ലൈക്ക് മോഡറേറ്റ് എക്സസൈസ് ചെയ്യണം, ജമ്പിങ് എക്സസൈസ്, ഫേവറേറ്റ് സ്പോർട്സ് കളിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, പിന്നെ കാർഡിയോ എക്സസൈസസ്, ഇങ്ങനത്തെ മോഡറേറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലിനെ ലോഡ് ചെയ്യുമ്പോഴാണ് പുതിയ എല്ല് ഉണ്ടാവുന്നത്. അപ്പം അതിനനുസരിച്ച് അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കാൽഷ്യം, വൈറ്റമിൻ ഡി ഇതൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അതിൻ്റെ ഡിഫിഷ്യൻസി നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫിഷ്യൻസി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ശരിയാക്കി എടുക്കുക. ഇതുതന്നെയാണ് നമ്മൾ 30 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് എത്രയ്ക്ക് ഈ ബോൺ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ഉണ്ടാക്കുക, അതാണ്. അപ്പം മാക്സിമം നമ്മൾ പീക്ക് ബോൺ മാസ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതലാണെങ്കിൽ അവിടെ നിന്നാണ് ഇത് കുറയാൻ പോകുന്നത്. ഈ പീക്ക് ബോൺ മാസ് എന്നേ കുറവാണെങ്കിൽ നാച്ചുറലി നേരത്തെ നമുക്ക് ഓസ്റ്റോപോറോസിസ് ഉണ്ടാവും. സോ ഇത് വയസ്സാവുമ്പോൾ വരുന്ന സംഭവമല്ല, ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഇതിന് ഒരു അവയർനെസ് ഉണ്ടാക്കി സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് നമ്മുടെ ഫുഡിൻ്റെ ഇത് മോഡിഫൈ ചെയ്ത് കാൽഷ്യം റിച്ച് ഫുഡ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പീക്ക് ബോൺ മാസ് കൂടുതലാവും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എല്ലിൻ്റെ കനം കുറയുന്നതും നമ്മൾ കുറയും. സോ അപ്പം ആരൊക്കെയാണ് ഈ ഹൈ റിസ്ക് കാൻഡിഡേറ്റ്സ്? ഒന്ന്, സെഡൻറ്ററി ലൈഫ്, അതായത് നമ്മൾ അധികം ജോലി ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്, ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ നമുക്ക് സമയമില്ല, എക്സസൈസ് ചെയ്യാനൊന്നും സമയമില്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഓസ്റ്റോപോറോസിസ് കോമൺ ആയിട്ട് കാണാറുണ്ട്. ചില ആൾക്കാർ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ലൈക്ക് ശ്വാസം മുട്ട്, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്റ്റിറോയിഡ് മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് ഈ അപസ്മാരത്തിൻ്റെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ആ മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ ഈ ബോണിൻ്റെ കനം കുറയും. ഏർലി മെനപ്പോസ് അല്ലെങ്കിൽ അതായത് ചില സ്ത്രീകൾക്ക് നേരത്തെ
നേരത്തെ ഈ പീരിയഡ്സ് മാസക്കുള്ളിൽ നിൽക്കും. അതിൻ്റെ കാരണം ഏർലി പ്യൂബർട്ടി. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ നേരത്തെ പ്യൂബർട്ടി ഉണ്ടാവുകയാണ്, അതിനനുസരിച്ച് ഏർലി മെനപ്പോസ് ഉണ്ടാവും. ഇതൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. അത് നമ്മളെ ബോൺ പ്രൊട്ടക്റ്റീവാണ്, ഹാർട്ടിന് പ്രൊട്ടക്റ്റീവാണ്. സോ ഇത് കഴിഞ്ഞാൽ ഇത് പീരിയഡ്സ് നിന്ന് അതിന് മെനപ്പോസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രോജൻ്റെ അളവ് കുറയും. അതിനനുസരിച്ച് ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചാൻസ് കൂടുതലാവും. സോ അതൊരു കാരണമാണ്. അത് ഹൈ റിസ്ക് കാൻഡിഡേറ്റാണ്. സോ ഏർലി മെനപ്പോസ് ഉള്ളവർ ശ്രദ്ധിക്കണം. പിന്നെ മാൽനറിഷ്ഡ് ആൾക്കാർ, നമ്മുടെ ഫുഡ് കിട്ടാത്തോ അല്ലെങ്കിൽ നമ്മൾ തടി വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്മെറ്റിക് റീസൺ കൊണ്ട് അവർ അധികം ഫുഡ് കഴിക്കാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ ഉള്ളവർക്ക് എല്ലിൻ്റെ കനം കുറവായിരിക്കും. മെലിഞ്ഞ ആൾക്കാർക്ക്, നമ്മൾ വിചാരിക്കുന്നത് മെലിഞ്ഞ ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതല്ല, ബോണിൻ്റെ കനം അവർക്ക് ഭയങ്കര കുറവാണ്. കാരണം അവർ മെലിഞ്ഞായതുകൊണ്ട് അവർ ബോഡി വെയിറ്റ് കുറവാണ്. അപ്പോൾ ബോഡി വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഈ ബോണിൽ അധികം ലോഡ് വരുന്നില്ല, അതുകൊണ്ട് ബോൺ അധികം കനം വെക്കുന്നില്ല. സോ ഈ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ആരൊക്കെയാണ്? മെലിഞ്ഞ ആൾക്കാർ, നേരത്തെ മെനപ്പോസ് ആയ സ്ത്രീകൾ, സെഡൻറ്റ് ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാർ, പിന്നെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർ നോർമൽ ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം, റെസിസ്റ്റൻ്റ് എക്സസൈസസും ചെറിയ ജോഗിങ് അങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്യണം. പിന്നെ ഈ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ അതിന് കനം കുറയും, പീക്ക് ബോൺ മാസ് കുറയും, ഓസ്റ്റിയോപൊറോസിസും നേരത്തെ ഉണ്ടാവും. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബോണിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മൾ തേനീച്ച കൂടിൻ്റെ പോലെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ ദ്വാരങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. നമുക്കെല്ലാവർക്കും അറിയാലോ, തേനീച്ച കൂടിൻ്റെ ഉള്ളിൽ കുറേ ദ്വാരങ്ങളുണ്ടാവും. അതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിലും ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ട്രബാക്കുലർ പാറ്റേൺസ് എന്നാണ് പറയുക. ഈ ഹോൾസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 200 മൈക്രോൺസ് ആണ്. അത്ര ചെറിയ ഹോൾസാണ് നോർമലി ഉണ്ടാവുക. അപ്പം ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്തുള്ള ഹോൾസിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കും. അതായത് 200 മൈക്രോൺസ് ഉള്ളത് ചിലപ്പോൾ 400-600 മൈക്രോൺസ് ആവും. അപ്പോൾ അത് കൂടാൻ കാരണം എന്താ? ഇതിൻ്റെ ആ ട്രബാക്കുലർ മെഷ് വർക്ക്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലിൻ്റെ കനം കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ദ്വാരങ്ങളുടെ ഹോൾസിൻ്റെ വീതി കൂടുകയാണ്. അപ്പോൾ എന്താണ്, ഓവറോൾ എല്ലിൻ്റെ ഒരു കനം കുറയുകയും പിന്നെ ഇത് പെട്ടെന്ന് ഇത് പൊട്ടലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ. സോ അതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ. സോ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മൾ എക്സ്റേയിൽ ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എക്സ്റേയിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ തെളിയണമെങ്കിൽ മിനിമം ഒരു 20-30% ഈ എല്ലിൻ്റെ കനം കുറഞ്ഞിരിക്കണം. അത് എല്ലിൻ്റെ സാന്ദ്രത കുറഞ്ഞിരിക്കണം, എന്നാലേ എക്സ്റേയിൽ കാണുള്ളൂ. അപ്പം പലപ്പോഴും നമ്മൾ ഈ മുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ എല്ലിൻ്റെ ഈ കനം നമ്മൾ സാധാരണ ഈ എക്സ്റേയിൽ നല്ല കനം കുറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇയാളുടെ ബോണിൻ്റെ സാന്ദ്രത കുറഞ്ഞിട്ടുണ്ടാവും, 30% കുറഞ്ഞിരിക്കണം, എന്നാലേ എക്സ്റേയിൽ കാണുള്ളൂ. സോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്നത്? ഏർലി ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞൊരു മെഷീനിലാണ്. ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞൊരു ലോ റേഡിയേഷനുള്ള ഒരു എക്സ്റേ പോലത്തെ ഒരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ എല്ലിൻ്റെ കനം എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടി സ്കോർ എന്നുള്ള റിസൾട്ടായിട്ടാണ് വരുന്നത്. ഈ ടി സ്കോർ ലെസ്-3 ആകുമ്പോഴാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അതായത് ഈ എല്ലിൻ്റെ കനം കംപ്ലീറ്റ് പോയി, ഇത് ട്രീറ്റ് ചെയ്യണം എന്നാണ് അറിയുന്നത്. അപ്പോൾ -1 to -3 ആണെങ്കിൽ ബോണിൻ്റെ കനം കുറവാണെങ്കിൽ ശ്രദ്ധിക്കണം. മോർ ദെൻ -1 ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ബോൺ ഓക്കെ. -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 +2 +2 3 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബോണിൻ്റെ കനം നോർമൽ എന്നാണ്. സോ ഈ ഒരു ഡെക്സ സ്കാനാണ്. ഇപ്പോൾ നമുക്ക് പണ്ട് ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു, അതിൻ്റെ കോസ്റ്റും കൂടുതലായിരുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള സെൻറ്റേഴ്സിൽ, നല്ല സ്കാനിങ് സെൻറ്ററിലൊക്കെ കോമൺലി അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ആർ മോർ ദൻ 50 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫ്രാക്ചർ ഉണ്ടായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വിടാതെ നമ്മൾ നേരത്തെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുക, അപ്പോൾ ഈ ഡെക്സ സ്കാൻ ഉണ്ടോ, ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആ സ്കാൻ നമ്മൾ
ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് തരും. സോ അങ്ങനെയാണ് നമ്മളിത് നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഫിനാൻഷ്യൽ ലോസും ഒക്കെ വെച്ച് നോക്കിയാൽ ഈ ഒരു ടെസ്റ്റിൻ്റെ വാല്യൂ അത്ര കൂടുതലല്ല. അപ്പോൾ എന്തായാലും 50 വയസ്സുള്ള ആൾക്കാർ എന്തായാലും ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇയർലി or ട്വൈസ്, ഈ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടി സ്കോർ എത്ര ഉണ്ടെന്ന് നോക്കണം. -3 ആണെങ്കിൽ, -3ൻ്റെ താഴെ ആണെങ്കിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമുക്ക് ഈ എല്ലിൻ്റെ ബോണിൻ്റെ കനം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത് കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കണം. കാൽഷ്യം റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ റാഗി, പിന്നെ ആൽമണ്ട് നട്ട്സ്, പിന്നെ യോഗേർട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് കാൽഷ്യം റിച്ച് ഫുഡ്സ്. ഇനി നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ എല്ലാ നോൺ വെജുകളിലും ഈ കാൽഷ്യം നല്ല കൂടുതലായിട്ടുണ്ട്. ചില ഈ മത്സ്യങ്ങൾ ലൈക്ക് ചെറിയ മീൻ, മത്തി, അങ്ങനത്തെ നത്തോലി, അങ്ങനത്തെ മീനുകളുടെ എല്ലിൽ നല്ല ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ കഴിക്കാം. അപ്പം ഈ കാൽഷ്യം കൂടും, നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കൂടും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാൽഷ്യം നമ്മുടെ ബോഡി അബ്സർവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റമിൻ ഡി വേണം. സോ വൈറ്റമിൻ ഡീൻ്റെ ലെവൽ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതിൻ്റെ ലെവൽ ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി നമ്മൾ ഈ എപ്പോഴും സൺഷെയ്ഡിൻ്റെ അകത്താണ്, നമ്മൾ പുറത്ത് പോകുന്നില്ല, ഫുൾ ടൈം ഓഫീസിൻ്റെ അകത്ത് ജോലി ചെയ്ത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും അവർക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പം വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മൾ കാൽഷ്യം റിച്ച് ഫുഡ് കഴിച്ചാലും ബോഡീൻ്റെ അകത്ത് ഇത് അബ്സർവ് ആവില്ല. ഇനിയിപ്പം ബോഡീൻ്റെ അകത്ത് അബ്സർവ് ആയി ഈ ബ്ലഡിലേക്ക് കയറി, ഇനി ബ്ലഡിൽ നിന്ന് ബോണിലേക്ക് പോകണമെങ്കിൽ വേറൊരു വിറ്റമിൻ വേണം. അതാണ് വൈറ്റമിൻ K2. വൈറ്റമിൻ K2 എന്ന് പറയുന്ന ഒരു വിറ്റമിനാണ്. കേർഡ് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ഫുഡ്സ്, ഇതിലൊക്കെ വൈറ്റമിൻ K2 ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുക. അതിൻ്റെ നമ്മൾ നോർമൽ കാൽഷ്യം റിച്ച് ഫുഡിൻ്റെ കൂടെ ഇങ്ങനത്തെ ഫുഡും കൂടെ കഴിക്കുക. അപ്പോൾ വൈറ്റമിൻ Kയും കിട്ടും. അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ, K2 ഇതൊക്കെ കുറവാണെങ്കിൽ, അപ്പോൾ കുറേ കാൽഷ്യത്തിൻ്റെ ഗുളികേൻ്റെ കൂടെ വൈറ്റമിൻ K2 കോമ്പിനേഷനുള്ള ഗുളികയും വരുന്നുണ്ട്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് നമ്മൾ കാൽഷ്യം റിച്ച് അല്ലെങ്കിൽ കാൽഷ്യം ഗുളിക കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസി ആണെങ്കിൽ അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അപ്പം അതിൻ്റെ മെഡിസിൻ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. സോ കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഇത്ര ഫുഡാണ് നമ്മൾ ബോൺ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത്. ഈ ഓസ്റ്റോപൊറോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഇഫ് യു ആർ മോർ ദാൻ 50 ഇയേഴ്സ്, അല്ലെങ്കിൽ വീട്ടിലെ 50 വയസ്സ് 60 വയസ്സ് ആയ അമ്മ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മമ്മ അപ്പൂപ്പ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഡെക്സാ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ടി സ്കോർ -3 ആണെങ്കിൽ എല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് ഈ ഓസ്റ്റോപൊറോസിസിന് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓസ്റ്റോപൊറോട്ടിക് ഫ്രാക്ചർ നമ്മൾ ഭാവിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ <30 ഇയേഴ്സ് ആണെങ്കിൽ നമ്മുടെ മാക്സിമം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബോൺ ഈ റെസിസ്റ്റൻറ്റ് എക്സസൈസസ്, ചെറിയ മോഡറേറ്റ് ലൈക്ക് ജോഗിങ്, അങ്ങനത്തെ ലോഡിങ് എക്സസൈസുകളൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബോണിൻ്റെ കനം കൂടും. 30 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ ഈ ബോഡിയുടെ ബോണിൻ്റെ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എഡ്യൂക്കേറ്റ് അതേഴ്സ്. അതായത് നമ്മൾ ഈ നമ്മുടെ കൂടെയുള്ള ആൾ, നമ്മുടെ ലവ്ഡ് വൺസിനോട് പറയാം, ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഒരു ഏജിങ് പ്രോസസ്സ് അല്ല, അത് നമ്മൾ വെരി വെൽ ട്രീറ്റബിൾ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് അടുത്ത ആൾക്കാരോട് പറയാം. സോ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ take care of your bone today so that they will carry you tomorrow. So I'll be back with a new video. See ya.